ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാന്താരീസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ലോലിപോപ്പ് ആണ് കേട്ടോ. അതിന് വേവിച്ച് വെച്ച പൊട്ടറ്റോ, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മല്ലിയില, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചെറിയൊരു പച്ചമുളക് അരിഞ്ഞു വെച്ചത്, 2 ടേബിൾ സ്പൂൺ മൈദ, നാരങ്ങാനീര്, വെല്ലുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബ്രെഡ് ക്രംസ്, കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പൊട്ടറ്റോ നന്നായിട്ട് ഉടയ്ക്കുക, നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഈ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക്, മല്ലിച്ചപ്പ്. ഇത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. മസാലപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലെമൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പം നമ്മുടെ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോൾസ് പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി മൈദയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബാറ്റർ റെഡിയാക്കുക. ഇളക്കിയിട്ട് നന്നായിട്ട് ആവശ്യത്തിന് മുക്കിയെടുക്കാവുന്ന പരുവത്തിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കുക. എന്നിട്ട് ഓരോ ബോൾസും ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പം നമുക്ക് ഇതിന്ന് ഓരോന്നായിട്ട് എടുത്ത് ഈ ബാറ്ററിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് മുക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിലാക്കി കൊടുക്കുക നമുക്ക് ബാക്കിയുള്ള ബോൾസ് എല്ലാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല ബോൾസ് ആക്കി വെച്ചത് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തൊരു പാത്രം വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാത്രം വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ ബോൾസ് ആയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പൊട്ടറ്റോ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എത്തും കേട്ടോ. താങ്ക് യു.